ലിറ്റിൽ കൈറ്റ്സിൻ്റെ എക്സാം നടക്കുന്നത് കമ്പ്യൂട്ടറിലാണ്. 4 ഓപ്ഷൻസ് ഉണ്ടാകും. വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഒന്നാമത്തെ ചോദ്യം, ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം എന്നാണ്? ആൻസർ ഡിസംബർ 2. ഡിസംബർ 2-നാണ് ലോക കമ്പ്യൂട്ടർ സാക്ഷരതാ ദിനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന ഈ വനിത ആരാണ്? ആൻസർ ശകുന്തള ദേവി. ശകുന്തള ദേവിയാണ് ഇന്ത്യയിലെ മനുഷ്യ കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്ന വനിത. അടുത്ത ക്വസ്റ്റ്യൻ, ജ്യോതിശാസ്ത്ര പഠനത്തിന് സഹായിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവ എന്തിനെ സൂചിപ്പിക്കുന്നു? ആൻസർ സ്റ്റെലേറിയം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, മൊബൈൽ ഫോണിലൂടെ സന്ദേശങ്ങൾ അയക്കാൻ സഹായിക്കുന്ന സംവിധാനമാണ് SMS. SMS എന്നതിൻ്റെ പൂർണ്ണരൂപം എന്താണ്? ആൻസർ ഷോർട്ട് മെസ്സേജ് സർവീസ്. ഷോർട്ട് മെസ്സേജ് സർവീസ് എന്നാണ് SMS എന്നതിൻ്റെ പൂർണ്ണരൂപം. അടുത്ത ചോദ്യം, ഈ സംഖ്യാ പാറ്റേണിലെ അടുത്ത വരി എന്തായിരിക്കും? ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇതിനു മുമ്പ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ശ്രദ്ധിച്ചൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ ആൻസർ 1, 5, 10, 10, 5, 1. പാറ്റേണിൽ സൈഡിലത്തെ സംഖ്യ 1 അതുപോലെ എടുത്ത് എഴുതിയിട്ടുണ്ട്. അതിന് തൊട്ടടുത്ത 1, 4, 5, അടുത്തത് 6 + 4 10. അതിൻ്റെ തൊട്ടടുത്ത സംഖ്യയും 6 + 4 10. അതിനുശേഷം 4, 1, 5. അതിനുശേഷം 1 അതുപോലെ എടുത്തെഴുതിയിട്ടുണ്ട്. അതേ രീതിയിലാണ് മുകളിലുള്ള പാറ്റേൺ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും. അടുത്ത ചോദ്യം, ചിത്രത്തിൽ കാണുന്ന അമേരിക്കൻ ശാസ്ത്രജ്ഞനെ ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്. ഇദ്ദേഹത്തിൻ്റെ പേര് എന്താണ്? ആൻസർ വിൻഡൻ ജി സർഫ്. വിൻഡൻ ജി സർഫാണ് ഇൻ്റർനെറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2019 ആഗസ്റ്റ് 15 വ്യാഴാഴ്ചയാണ്. ജൂലൈ 31 എന്ത് ദിവസമായിരിക്കും എന്നതാണ് ചോദ്യം. അങ്ങനെയാണെങ്കിൽ ജൂലൈ 31 ബുധനാഴ്ച ആയിരിക്കും. അടുത്ത ചോദ്യം, ഈ സംഖ്യാ പാറ്റേണിൽ വിട്ടുപോയ ഭാഗം പൂർത്തിയാക്കുക. ഇതിൻ്റെ ആൻസറാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. അടുത്ത ചോദ്യം, ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഇരുവഴി സംഖ്യ ഏത്? ഇരുവഴി സംഖ്യ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 2 സൈഡിൽ നിന്ന്, അതായത് ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന തുകയുടെ 2 സൈഡ്, ലാസ്റ്റ് സൈഡിൽ നിന്നായാലും ഫസ്റ്റ് സൈഡിൽ നിന്നായാലും നോക്കിക്കഴിഞ്ഞാൽ ഒരുപോലെയുള്ള സംഖ്യ ഏതാണെന്നാണ്. ആൻസർ ഓപ്ഷൻ സി ആണ്. ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് അത് വന്നതെന്ന് മനസ്സിലാകും. അടുത്ത ചോദ്യം, കൈറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്ന ചാനൽ ഏതാണ്? ആൻസർ വിക്ടേഴ്സ് ചാനൽ. വിക്ടേഴ്സ് ചാനലാണ് കൈറ്റിൻ്റെ നേതൃത്വത്തിൽ വിദ്യാഭ്യാസ പരിപാടികൾ പ്രക്ഷേപണം ചെയ്യുന്ന ചാനൽ. അടുത്ത ചോദ്യം, ഇൻ്റർനെറ്റിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ സോഫ്റ്റ്വെയറുകളുടെ പൊതുവായ പേരെന്താണ്? ഇതിൻ്റെ ആൻസർ സെർച്ച് എഞ്ചിനുകൾ എന്നാണ്. ഇൻ്റർനെറ്റിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളുടെ പേരാണ് സെർച്ച് എഞ്ചിനുകൾ. അടുത്ത ചോദ്യം, ഒരു വെബ് ബ്രൗസർ സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഏത് സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്നു? ആൻസർ മോസില്ല ഫയർഫോക്സ്. മോസില്ല ഫയർഫോക്സ് എന്ന സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹം ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ചാൾസ് ബാബേജ്. ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടറിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കൽക്കത്തയിൽ സമയം രാവിലെ 6:50 ആകുമ്പോൾ ടോക്കിയോയിൽ സമയം രാവിലെ 10:20 ആകും. ഈ സ്ഥലങ്ങൾ തമ്മിലുള്ള സമയവ്യത്യാസം എത്ര? ഇതിൻ്റെ ആൻസർ 3 മണിക്കൂർ 30 മിനിറ്റാണ് ഇവ തമ്മിലുള്ള സമയവ്യത്യാസം. അടുത്ത ചോദ്യം, കമ്പ്യൂട്ടറിൽ ശബ്ദം റെക്കോർഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും സഹായിക്കുന്ന സോഫ്റ്റ്വെയറിനെ സൂചിപ്പിക്കുന്ന ചിത്രമാണ് ചുവടെ. ഇത് ഏത് സോഫ്റ്റ്വെയറിനെയാണ് സൂചിപ്പിക്കുന്നത്? ഇതിൻ്റെ ഉത്തരം ഒഡാസിറ്റിയാണ്. ഈ ചിത്രം സൂചിപ്പിക്കുന്ന
സോഫ്റ്റ്വെയർ ഒഡാസിറ്റിയാണ്. അടുത്ത ചോദ്യം, ബ്ലൂടൂത്തിൻ്റെ സൂചനാ ചിത്രം ഇവിടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഗൈഡ്സിന് നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ചോദ്യങ്ങളുടെ വീഡിയോസ് ഇനിയും ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എല്ലാം കണ്ടിട്ട് വേണം എക്സാമിന് പോകാൻ.